ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 52 മഴ പെയ്യിച്ച പ്രാർത്ഥന. ഭാഗം 52 മഴ പെയ്യിച്ച പ്രാർത്ഥന ഇവിടെ ആരംഭിക്കുന്നു. 1894 1069 മഴക്കാലമേറെയായിട്ടും തെക്കൻ തിരുവിതാംകൂറിലെങ്ങും മഴ പെയ്തിരുന്നില്ല. ജനങ്ങൾ ഒരു മഴയ്ക്കായി കാത്തുകാത്തിരുന്നു. വേനലിൻ്റെ കാഠിന്യത്തിൽ പാടങ്ങളും നെയ്യാറും ഒക്കെ ഉണങ്ങി വരണ്ടു. നെല്ല്, വാഴ, തെങ്ങ് തുടങ്ങിയുള്ള കൃഷികളെല്ലാം കരിഞ്ഞു തുടങ്ങി. അതോടെ ജനങ്ങൾ കഷ്ടത്തിലും പട്ടിണിയിലുമായി. ഒരിറ്റു ദാഹജലത്തിനായി കുളങ്ങളും കിണറുകളും തേടി ആളുകൾ പരക്കം പാഞ്ഞു. അന്യദേശങ്ങളിൽ നിന്നും ചെറുകുടങ്ങളിൽ വെള്ളവുമെടുത്ത് വരുന്നവരുടെ അലച്ചിലും വലച്ചിലും കൂടുതൽ അസഹ്യമായി തീർന്നു. അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ ദർശിച്ച് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകാതിരിക്കില്ലെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. വലിയ പ്രത്യാശയോടെ അവരിൽ മുതിർന്ന ചിലർ അരുവിപ്പുറത്തെത്തി. അപ്പോൾ ഗുരുദേവൻ കൊടിതൂക്കി മലയിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അതറിഞ്ഞ് അവർ മലയിലേക്ക് കയറി. പുലികൾ നടക്കുന്നിടമായിരുന്നിട്ടും അപ്പോൾ ഭയം അവരെ അലട്ടിയിരുന്നില്ല. ഗുരുവിനെ ശരണം പ്രാപിക്കാനെത്തുന്നവരെ ഗുരു തന്നെ കാത്തുകൊള്ളുമെന്ന വിശ്വാസമായിരുന്നു അതിന് കാരണം. മലമുകളിലെ വൃക്ഷഛായയിൽ ധ്യാനത്തിലാണ്ടിരിക്കുകയായിരുന്ന ഗുരുദേവനെ അവർ കണ്ടു. ആളുകളുടെ ചവിട്ടടികളിൽപ്പെട്ട് ഞെരിയുന്ന കരിയില ഒച്ച കേട്ട് ഗുരുദേവൻ മുഖമുയർത്തി നോക്കി. വന്നവരെല്ലാം സാഷ്ടാംഗം നമസ്കരിച്ചു. തൊഴുകൈകളുമായി ഒഴിഞ്ഞു നിന്നു. അവർ തങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിച്ചു. അവരുടെ പ്രയാസത്തിൽ ഗുരുവും പങ്കുചേർന്നു. കുറച്ചു നേരത്തേക്ക് ഗുരുദേവൻ ചിന്താമഗ്നനായിരുന്നു. അതിനുശേഷം വളരെ ആർദ്രതയോടെ അർദ്ധനാരീശ്വര എന്നവസാനിക്കുന്ന 5 പദ്യങ്ങളുള്ള ഒരു പ്രാർത്ഥന അവിടെ ഇരുന്ന് തന്നെ ഉണ്ടാക്കി ചൊല്ലി. ആദ്യത്തെ പദ്യം ഞാനിവിടെ ഒന്ന് ആലപിക്കുന്നു. അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയേ, കയ്യേ കീടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ, പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഘനാംബു കൃപയാ ഗംഗാനദീധാമമേ. പുരുഷനും പ്രകൃതിയും ഒന്നുചേരുന്ന ശിവസങ്കല്പത്തിൻ്റെ മൂർധന്യതയിൽ നിന്നും കരകവിഞ്ഞിറങ്ങിയ ആ പ്രാർത്ഥനയിലെ ഭക്തിഭാവം എല്ലാവരുടെയും കരളലിയിപ്പിച്ചു. ഇന്നു മഴയുണ്ടാകും, ഗുരുദേവൻ പറഞ്ഞാശ്വസിപ്പിച്ചു. അത് കേട്ട് എല്ലാവരും സ്വഭവനങ്ങളിലേക്ക് മടങ്ങി. അല്പനേരത്തിനുള്ളിൽ കത്തി നിന്നിരുന്ന സൂര്യനെ മറച്ചുകൊണ്ട് ഒരു കൂട്ടം മഴമേഘങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. താമസിയാതെ അത് ഘനീഭവിച്ച് അതിശക്തമായ മഴയുണ്ടായി. സമീപകാലങ്ങളിലൊന്നും അത്രയും ശക്തമായൊരു അതിവർഷം തിരുവിതാംകൂറിലെങ്ങും ഉണ്ടായിട്ടില്ലായിരുന്നു. ആ മഴയിൽ നെയ്യാർ കരകവിഞ്ഞൊഴുകി. കുളങ്ങളും പാടങ്ങളും നിറഞ്ഞു കവിഞ്ഞു. ജനങ്ങൾ ആഹ്ലാദചിത്തരായി. ഗുരുവിനെ കണ്ട് സങ്കടം പറഞ്ഞവരെല്ലാം ഗുരു സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചും സങ്കല്പിച്ചും പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തി. അർദ്ധനാരീശ്വര സ്തവം എന്ന ആ പ്രാർത്ഥനാകൃതി ശരീര മനഃശുദ്ധികളോടെ ഭക്തിസാന്ദ്രമായി ആലാപനം ചെയ്യുന്നതായാൽ പ്രകൃതിയിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമെന്നാണ് വിശ്വാസം. കര കാണാത്തൊരു കടലിൽ മുങ്ങി അലയുന്നോർ ഞങ്ങൾ, കരുണാമയനെ കാരുണ്യാബ്ദേ കാത്തരുളിയിടണമേ.
ദുഃഖിതരാണേ പീഡിതരാണേ അജ്ഞരുമാണല്ലോ. സ്വച്ഛതയേകി അനുഗ്രഹമേകാൻ നിശ്ചയമൊന്നല്ലോ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 52 മഴ പെയ്യിച്ച പ്രാർത്ഥന ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.